നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 81 മുതൽ 89 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിക്കുന്നു. UDFന് 51 മുതൽ 59 വരെ സീറ്റുകൾ ലഭിക്കും. BJPക്ക് 3 സീറ്റുകൾ ലഭിക്കാനും സീറ്റൊന്നും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നും സർവേ പ്രവചിക്കുന്നു. 97 നിയമസഭാ മണ്ഡലങ്ങളിലെ 582 ബൂത്തുകളിൽ വോട്ടവകാശമുള്ള 17,460 വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് സർവേ നടത്തിയത്. നാളത്തെ കേരളത്തെ മുൻനിർത്തിയുള്ള CS അഭിപ്രായ സർവേ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മലബാറിന്റെയും മധ്യകേരളത്തിന്റെയും തിരുവിതാംകൂറിന്റെയും ചിത്രം അനാവരണം ചെയ്തതിനെ മുൻനിർത്തി എന്താണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം? ഇന്ന് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നത് നോക്കാം. LDF 81 മുതൽ 89 സീറ്റ് വരെ, UDF 51 മുതൽ 59 സീറ്റ് വരെ, BJP 0 മുതൽ പരമാവധി 3 സീറ്റ് വരെ. ഇതാണ് ഇന്ന് ഒരു വിധിയെഴുത്ത് നടന്നാൽ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ടാലി. LDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് സർവേ പ്രവചിക്കുന്നു. മലബാറിൽ LDF വൻ മുന്നേറ്റം നടത്തും. LDFന് 37 മുതൽ 40 വരെ സീറ്റുകളും UDFന് 20 മുതൽ 23 വരെ സീറ്റുകളും മലബാറിൽ ലഭിക്കും. BJPക്ക് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യകേരളത്തിൽ UDFന് നേരിയ മേൽക്കൈയുണ്ട്. എന്നാൽ 2011 അപേക്ഷിച്ച് സീറ്റുകൾ കുറയും. മധ്യകേരളത്തിൽ UDFന് 20 മുതൽ 23 വരെ സീറ്റുകളും LDFന് 18 മുതൽ 21 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. ഈ മേഖലയിൽ BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല. തെക്കൻ കേരളത്തിൽ LDF വൻ മുന്നേറ്റം നടത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു. ഇവിടെ LDFന് 25 മുതൽ 27 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. UDFന് 12 മുതൽ 14 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. BJP ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന തെക്കൻ കേരളത്തിൽ സീറ്റൊന്നും ഉറപ്പിക്കാനാവില്ല. 2 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFന് 43.1% വോട്ടും UDFന് 40.6% വോട്ടും BJPക്ക് 14.1% വോട്ടും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CE സർവേ ചൂണ്ടിക്കാട്ടുന്നു. UDF ഭരണത്തിന് കീഴിൽ അഴിമതി വർദ്ധിച്ചതായി 70.4% പേർ അഭിപ്രായപ്പെട്ടു. UDF ഭരണത്തിൽ 51.1% പേർ അതൃപ്തരാണെന്ന് CS സർവേ ചൂണ്ടിക്കാട്ടുന്നു. 42.5% പേർ മാത്രമാണ് തൃപ്തർ. വോട്ട് ചെയ്യാനുള്ള പ്രഥമ പരിഗണന പാർട്ടിക്കാണെന്ന് 46.5% പേർ പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവിനാണ് മുഖ്യ പരിഗണനയെന്ന് 43.7% പേരും അഭിപ്രായപ്പെടുന്നു. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ 59.5% വോട്ടർമാരും അതൃപ്തരാണ്. BJPയുടെ മുഖ്യപ്രചാരകനായിരുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയുള്ളവർ 13% പേർ മാത്രം. 28.2% പേർ ഏറെക്കുറെ തൃപ്തരാണ്. 40% പേർ അതൃപ്തരും. 9.8% പേർ ഏറെക്കുറെ അതൃപ്തരുമാണ്. UDF ഭരണത്തിന് കീഴിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതായി 78.8% പേരും അഴിമതി വർദ്ധിച്ചതായി 70.4% പേരും അഭിപ്രായപ്പെടുന്നു. BDJS സഖ്യം BJPക്ക് ഗുണം ചെയ്തതായി 34% പറയുമ്പോൾ 34.1% പേർക്ക് എതിരഭിപ്രായമാണ്. വികസനം, കൃഷി, തൊഴിൽക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവയിലെല്ലാം LDF ആണ് UDFനേക്കാൾ മികച്ചതെന്ന് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു. വിവാദ ഭൂമിദാന ഉത്തരവുകൾ UDFന് ദോഷം ചെയ്തെന്ന് 59.2%, അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിക്കുന്നത് UDFന് ദോഷം ചെയ്തെന്ന് 66.4%, ബാർക്കോഴ കേസിലെ സർക്കാർ തീരുമാനങ്ങളോട് യോജിക്കാനാവില്ലെന്ന് 59% പേരും അഭിപ്രായപ്പെടുന്നു. നവമാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ സജീവമായതിനെ 41.9% പേർ നല്ല പ്രവണതയായാണ് വിലയിരുത്തുന്നത്. പുരുഷന്മാരിലെ 42.8% LDFനെ അനുകൂലിക്കുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നത് 39.7% മാത്രം. 42.8% സ്ത്രീകൾ LDFനെ പിന്തുണയ്ക്കുമ്പോൾ UDFന് 42.1% സ്ത്രീകളുടെ പിന്തുണയുണ്ട്. ചെറുപ്പക്കാരും മധ്യവയസ്കരും കൂടുതലായി LDFനെ പിന്തുണയ്ക്കുമ്പോൾ
50 മുതൽ 59 വരെ പ്രായമുള്ളവർക്കിടയിൽ മാത്രം UDFന് നേരിയ മേൽക്കൈയുണ്ട്. UDFന് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വൻ തിരിച്ചടിയുണ്ടായി. ഇവർക്കിടയിൽ 49.1% LDFനെ പിന്തുണയ്ക്കുമ്പോൾ UDFന് ലഭിക്കുന്നത് 28.1%ന്റെയും BJPക്ക് 20.8%ന്റെയും പിന്തുണയാണ്. മുസ്ലിം വിഭാഗത്തിലെ 55%ന്റെ പിന്തുണ UDFനും 41.2%ന്റെ പിന്തുണ LDFനുമുണ്ട്. LDFന് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ വോട്ടുകൾ ലഭിക്കും. ക്രിസ്തു മതവിശ്വാസികളിലെ 60.7% UDFനെയും 31.4% LDFനെയും പിന്തുണയ്ക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. BDJS BJPയുമായി സഖ്യമുണ്ടാക്കിയത് LDFന്റെ ഈഴവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടില്ലെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. കോൺഗ്രസ് നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 2 മാസത്തിലേറെ നീണ്ട പ്രചാരണ കോലാഹലത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശം കുറിക്കപ്പെടുന്നത്. ഇത്ര നീണ്ട പ്രചരണ ദിനങ്ങൾ മുന്നണികൾക്ക് ലഭിക്കുന്നത് ഇതാദ്യമായാണ്. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ചൂടിനെ മറികടക്കുന്നതായിരുന്നു പ്രചരണ രംഗത്തെ രാഷ്ട്രീയ ചൂട്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രചരണ ദിനങ്ങളാണ് മുന്നണികൾക്ക് ലഭിച്ചത്. 2 മാസത്തിലേറെ നീണ്ട പ്രചരണ ദിനങ്ങൾ താണ്ടുക എന്ന കനത്ത വെല്ലുവിളിക്കൊപ്പം അസഹ്യമായ ചൂടും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒരു വലിയ കടമ്പയായിരുന്നു. 2 മാസത്തോളം നീണ്ട സമയക്രമത്തിനുള്ളിൽ പ്രചരണ വിഷയങ്ങൾ അനുദിനം മാറിമറിഞ്ഞു. കാര്യമായ ഉൾപാർട്ടി പ്രശ്നങ്ങളില്ലാതെ LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചപ്പോൾ ആരോപണ വിധേയർക്ക് സീറ്റ് കൊടുക്കരുതെന്ന KPCC പ്രസിഡന്റിന്റെ കടുംപിടുത്തം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ദുഷ്കരമാക്കി. ഫോണിലൂടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടി വന്നതിന്റെ ഏച്ചുകെട്ടുമായിട്ടാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BDJS BJP ധാരണ താരതമ്യേന വേഗത്തിൽ പൂർത്തിയായി എന്ന് പറയാം. സർക്കാരിന്റെ മദ്യനയത്തെ ചൊല്ലി പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ LDF UDF നേതാക്കൾ കൊമ്പ് കോർത്തു. മുഖ്യമന്ത്രിയുടെയും സഹമന്ത്രിമാരുടെയും കേസുകളെ ചൊല്ലി VSന്റെ പരാമർശം കോടതി കയറിയെങ്കിലും വിജയം VSനൊപ്പം നിന്നു. കണ്ണൂർ വിമാനത്താവളം എന്ന പേരിൽ സ്കോട്ട്ലൻഡ് വിമാനത്താവളത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി പുലിവാടി പിടിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഒടുവിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിൻവാങ്ങി. ഇടതു നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുചോദ്യം ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി UDFന്റെ പട നയിച്ചു. താരപ്രചാരകനായ AK ആന്റണി മുൻ കാലഘട്ടത്തേക്കാൾ കുറച്ച് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ ശബ്ദവും താരതമ്യേന ദുർബലമായിരുന്നു എന്ന് പറയാം. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ എന്നിവരുടെ പല പ്രസ്താവനകളും ബാനർ ഹെഡ്ലൈനുകളായി. പ്രചരണത്തിന്റെ അന്ത്യപാദത്തിലെത്തിയ നേരം പുറത്തായ പഴയ മന്ത്രിസഭാ തീരുമാനങ്ങൾ UDFന് തിരിച്ചടിയായി. പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ടത് ഭരണവീഴ്ചയുടെ ഉദാഹരണമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. സുരേഷ് ഗോപിക്ക് രാജ്യസഭാ MP സ്ഥാനം കൊടുത്തും വെള്ളാപ്പള്ളിക്ക് ഹെലികോപ്റ്റർ കൊടുത്തതും ചിരിക്കാനുള്ള ട്രോളുകൾക്ക് വഴിമരുന്നായി. BJPയുടെ താരപ്രചാരകൻ നരേന്ദ്രമോദിയുടെ സോമാലിയ പരാമർശത്തെ LDF UDF മുന്നണികൾ കടന്നാക്രമിച്ചു. നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചൂടേറിയ ചർച്ചയായതോടെ പ്രചരണം തെരുവിൽ നിന്നും ഫേസ്ബുക്ക് വാളിലേക്ക് മാറി. 60ലേറെ ദിനരാത്രങ്ങൾ നീണ്ട പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ മണിക്കൂറുകൾ മാത്രം ആയുസുള്ള പ്രചണ്ഡ വേലയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മനസ്സ് തുടികൊട്ടുകയാണ്. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ 6 ദിനരാത്രങ്ങൾ മാത്രമാണ് മലയാളികളുടെ മുന്നിലുള്ളത്. ജീവൻകുമാർ, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ 5 ജില്ലകൾ സാക്ഷ്യം വഹിച്ചത് അത്യന്തം വാശിയേറിയ പ്രചരണ കോലാഹലങ്ങൾക്കാണ്. ഭരണം പിടിക്കാൻ മധ്യ കേരളത്തിലെ ആധിപത്യം അനിവാര്യമായതിനാൽ ഇരു മുന്നണികൾക്കും ഓരോ സീറ്റും വിലപ്പെട്ടതായി. പ്രാദേശിക വിഷയങ്ങൾ മുതൽ സാമുദായിക അടിയൊഴുക്കുകൾ വരെ വിധി നിർണ്ണയിക്കുന്ന പ്രദേശമാണ് മധ്യ കേരളം. തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യകേരളത്തിൽ ആകെ സീറ്റുകളുടെ എണ്ണം 50ആണ്. ഇതിൽ കഴിഞ്ഞ തവണ നേടിയ 22 സീറ്റുകളേക്കാൾ 8ഓ 9ഓ അധികം നേടാനാകുമെന്നാണ് LDF ക്യാമ്പിന്റെ അവസാനവട്ട കണക്കുകളിലുള്ളത്. UDFനാകട്ടെ കഴിഞ്ഞ തവണ നേടിയ 28ന്റെ മേൽക്കൈ നിലനിർത്താനാകും എന്ന വിശ്വാസവുമുണ്ട്. എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിൽ 11 UDF, 3 LDF എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കഴിഞ്ഞ തവണ നേടിയ പിറവം, തൃക്കാക്കര, കൊച്ചി എന്നീ സീറ്റുകളിൽ ഇക്കുറി UDF 100% ഉറപ്പ് പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ തൃപ്പൂണിത്തുറ, കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും കടുത്ത പോരാട്ടമാണ്. കഴിഞ്ഞ തവണ നേടിയ വൈപ്പിൻ, പെരുമ്പാവൂർ, അങ്കമാലി എന്നിവ കൂടാതെ മറ്റ് 4 സീറ്റുകൾ കൂടി LDF പ്രതീക്ഷിക്കുന്നുണ്ട്. 5 സീറ്റുകളുള്ള ഇടുക്കിയിൽ 3 LDF, 2 UDF എന്നിങ്ങനെയായിരുന്നു 2011 കക്ഷിനില. UDF വിജയിച്ച ഇടുക്കി സീറ്റിൽ ഇക്കുറി LDFന് വലിയ പ്രതീക്ഷയാണ്. UDF വലിയ നേട്ടം പ്രതീക്ഷിക്കുന്ന കോട്ടയത്ത് അട്ടിമറികൾക്ക് കാതോർക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ. പാല, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങൾ ഈ പട്ടികയിൽ വരും. തൃശൂർ ജില്ലയിലേക്ക് കടന്നാൽ 13ൽ 7 സീറ്റുകൾ നേടി കഴിഞ്ഞ തവണ LDFനായിരുന്നു നേരിയ മേൽക്കൈ. 7-10 വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം ഇക്കുറി പ്രതീക്ഷിക്കുന്നത്.
മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ എന്നിവയാണ് അധികമായി ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച 6 സീറ്റിന് പുറമെ 2 മണ്ഡലങ്ങളിൽ കൂടി UDF വിജയം കണക്കുകൂട്ടുന്നു. 9 മണ്ഡലങ്ങളുള്ള ആലപ്പുഴയിൽ 7 സീറ്റുകളുമായി വൻ മേധാവിത്വമായിരുന്നു 2011 ഇടതുപക്ഷം കാഴ്ചവെച്ചത്. UDFന് 2 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. സമാനമായ ഫലം LDF കേന്ദ്രങ്ങൾ ഇക്കുറിയും പ്രതീക്ഷിക്കുമ്പോൾ UDF നില മെച്ചപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ചുരുക്കത്തിൽ 30 മുതൽ 35 സീറ്റുകൾ വരെയാണ് LDF മധ്യകേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ പതിവിലും കവിഞ്ഞ പിന്തുണയോടെ 35 സീറ്റുകൾ വരെ നേടാനാകുമെന്ന് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടതു പ്രതീക്ഷകൾക്കാണ് മുൻതൂക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാമചന്ദ്രൻ: കാർഷിക രംഗത്ത് പ്രശ്നങ്ങളുണ്ട്. കാർഷിക രംഗത്ത് മാത്രമല്ല, വിലക്കയറ്റം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സാധാരണ ഘടകമായിട്ട് ഏത് വോട്ടറും എടുക്കേണ്ടത് കേരളത്തിലെ ഇതിന് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വിലക്കയറ്റം ആണ്. 50 സീറ്റിൽ ഇത്ര സീറ്റ് ഇടതുമുന്നണിക്ക്, ഇത്ര സീറ്റ് വലതുമുന്നണിക്ക് എന്ന് പ്രവചിക്കാൻ കഴിയില്ല എങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ധാരണ അനുസരിച്ചിട്ട് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു 4 സീറ്റോ 5 സീറ്റോ ഇടതുമുന്നണിക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രാദേശിക വികസന പ്രശ്നങ്ങളും പൊതുരാഷ്ട്രീയവും മാത്രമല്ല, സാമുദായിക സമവാക്യങ്ങളും സ്വാധീനിക്കുന്ന മേഖലയാണ് മധ്യകേരളം. BDJS നിലപാട് അതുകൊണ്ടുതന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും അന്തിമ ഫലത്തെ നിർണ്ണയിക്കും. ചുരുക്കത്തിൽ ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുന്ന പ്രദേശമാണ് മധ്യകേരളം. ഭരണം പിടിക്കാൻ മധ്യകേരളത്തിലെ ആധിപത്യം അനിവാര്യമാണ് താനും. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. മലബാറിലെ 60 മണ്ഡലങ്ങളിലും ആവേശകരമായ പ്രചാരണമാണ് നടന്നത്. കൊട്ടിക്കലാശം ആവേശോജ്വലമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മുമ്പുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇടതിന് തരംഗമായി ഒന്നിലേറെ ജില്ലകളുള്ള സ്ഥലമാണ് മലബാർ. ഒപ്പം തന്നെ ലീഗിന് മലപ്പുറം എന്ന ശക്തികോട്ടയുണ്ട്. അതുമല്ലാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വിമതശല്യം ബാധിക്കുന്ന സ്ഥലം കൂടിയാണ് മലബാർ. എന്താണ് വിവരങ്ങൾ? അനന്തു പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് തന്നെ മലബാറിന്റെ തെരഞ്ഞെടുപ്പ് രംഗം ശ്രദ്ധേയമാണ്. കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും അതുപോലെ തന്നെ വയനാടും കാസർഗോഡും പാലക്കാടും ഒക്കെ 6 ജില്ലകളാണ് ഈ മേഖലയിലുള്ളത്. ഇവിടെ 60 മണ്ഡലങ്ങളാണുള്ളത്. LDFന്റെ സമുന്നത നേതാക്കളായ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഇവിടെയാണ് മലബാറിലാണ് മത്സരിക്കുന്നത്. ധർമ്മടത്തും മലമ്പുഴയിലും അവർ എതിർ സ്ഥാനാർത്ഥികളൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് വളരെ ആവേശകരമായ രീതിയിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ 2 മാസങ്ങളായി അവർ മുഴുവൻ സമയം മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. കാരണം സംസ്ഥാനത്തെ മുഴുവൻ പ്രചാരണ പ്രവർത്തനങ്ങളെയും ചുക്കാൻ പിടിക്കുന്ന നേതാക്കൾ എന്ന നിലയിൽ വിവിധ ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുകയും അതിനിടയിൽ കിട്ടുന്ന പരിമിതമായ സമയമായിരുന്നു മണ്ഡലത്തിലുണ്ടായിരുന്നത്. എന്നാൽ വളരെ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് അവരുടെ മണ്ഡലങ്ങളിൽ നടന്നത്. എല്ലാ മണ്ഡലങ്ങളുടെ സ്ഥിതിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഭൂരിഭാഗമുള്ളത്. ഇവിടങ്ങളിലൊക്കെ വലിയ വിജയം നേടുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. എന്നാൽ അതേസമയം തന്നെ കോഴിക്കോടും പാലക്കാടുമെല്ലാം കഴിഞ്ഞ വർഷം നടത്തിയ വലിയ മുന്നേറ്റം, കാസർഗോഡും ഒക്കെ കഴിഞ്ഞ വർഷം നടത്തിയ വലിയ മുന്നേറ്റം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തവണയും ആവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF കേന്ദ്രങ്ങൾക്കുള്ളത്. അതേസമയം മലപ്പുറത്താണ് UDFന്റെ ശക്തി, അതും മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന മലപ്പുറം മണ്ഡലത്തിൽ ഇത്തവണ പല അട്ടിമറികളും സംഭവിക്കുമെന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. താനൂരും അതുപോലെ തന്നെ നിലമ്പൂരിലും പെരിന്തൽമണ്ണയിലും മങ്കടയിലും ഒക്കെ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ UDF സ്ഥാനാർത്ഥികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് LDF വളരെ സജീവമായ രീതിയിൽ വിവരങ്ങൾ നൽകിയത്. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയതിനെ വിവാദമാക്കിയവർക്ക് ചുട്ട മറുപടിയുമായി പ്രമുഖ നടൻ ദിലീപും രംഗത്തെത്തി. ഏത് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമെന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് വ്യക്തമാക്കിയ ദിലീപ് മുകേഷിനും ഗണേഷ് കുമാറിനും വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. സംവിധായകൻ നാദിർ ഷായും പിന്തുണ പ്രഖ്യാപിച്ചു. ശക്തമായ മഴയത്തും ജനപ്രിയ നടനെ കാണാനും കേൾക്കാനുമായി പത്തനാപുരം മണ്ഡലത്തിലെ വെട്ടിക്കവലയിൽ 100 കണക്കിന് പേരാണ് നിമിഷനേരം കൊണ്ട് തടിച്ചുകൂടിയത്. തന്റെ ജ്യേഷ്ഠ സുഹൃത്തിനു വേണ്ടി ഇത് 3ാം തവണയാണ് വോട്ടഭ്യർത്ഥിച്ചെത്തുന്നതെന്ന് ദിലീപ് പറഞ്ഞു. MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ജനങ്ങളുടെ അംഗീകാരം നേടിയ വ്യക്തിയാണ് ഗണേഷെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി. പത്തനാപുരത്തിന്റെ വികസനത്തിന് അതുപോലെ ഓരോ വ്യക്തികളുടെയും ഞാൻ പലപ്പോഴും നേരിട്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്, കണ്ടിട്ടുള്ളതാണ്. ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ
അദ്ദേഹം ഓരോ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതും ഏത് നിമിഷത്തിലും രണ്ട് വാക്ക് പറയുമ്പോൾ അതിലൊന്ന് പത്തനാപുരം എന്നുള്ള ഒരു വാക്കാണ് സാധാരണ വരാറ്. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഗണേശേട്ടൻ വിജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. പിന്നീട് കാഞ്ഞാവള്ളിയിൽ ഇടതു സ്ഥാനാർത്ഥി നടൻ മുകേഷിന് വേണ്ടി ദിലീപും നാദിർഷായും വോട്ടഭ്യർത്ഥിച്ചു. മുകേഷേട്ടൻ വളരെയധികം മനുഷ്യസ്നേഹിയും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്നത് നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിന് എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു മിടുക്കനായ ഒരു ആൾ, അതുപോലെ ഒരാളുടെ സങ്കടം കാണുമ്പോൾ ആശ്വസിപ്പിക്കാൻ കെൽപ്പുള്ള ഒരാൾ. താരങ്ങളെ കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് രണ്ടിടത്തും പങ്കെടുത്തത്. നടന്മാരുടെ സംഘടനയായ അമ്മയോട് ചോദിച്ചിട്ടല്ല നടന്മാർ മത്സരിക്കുന്നതെന്നും അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രചരണത്തിന് ലാലേട്ടൻ എത്തിയതിൽ ഒരു തെറ്റുമില്ലെന്നും ദിലീപ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് JNUവിലെ വിദ്യാർത്ഥി പോരാളി കനയ്യകുമാർ പട്ടാമ്പിയിലെത്തി. ബദൽ രാഷ്ട്രീയം ഉയർന്നുവരാൻ സഹപാഠിയും LDF സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് മുഹസിൻ ജയിക്കണമെന്ന് കനയ്യ പറഞ്ഞു. പട്ടാമ്പിയിൽ നടന്ന യുവജന വിദ്യാർത്ഥി സംഗമം കനയ്യ ഉദ്ഘാടനം ചെയ്തു. കനയ്യകുമാറിന്റെ വരവ് അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു പട്ടാമ്പി. നിരാഹാര സമരത്തെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് JNUവിലെ സഹപ്രവർത്തകൻ മുഹമ്മദ് മുഹസിന് വോട്ടഭ്യർത്ഥിച്ച് കനയ്യ എത്തിയത്. EMSനെ നിയമസഭയിലെത്തിച്ച് നാട്ടിലെത്താൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതായി കനയ്യ പറഞ്ഞു. രാജ്യത്തിനുള്ള സന്ദേശമാകണം മുഹസിന്റെ വിജയമെന്നും കനയ്യ കൂട്ടിച്ചേർത്തു. प्रत्याशी को जिताकर, कैंडिडेट को जिताकर पूरे देश को एक पॉलिटिकल मैसेज दीजिए, पूरी दुनिया को एक पॉलिटिकल मैसेज दीजिए कि हम आज भी ईमानदार लोगों का कद्र करना जानते हैं, हम डेमोक्रेसी का कद्र करना जानते हैं. യുവജന വിദ്യാർത്ഥി സംഗമത്തിൽ MP രാജേഷ് MP, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, ASF ദേശീയ സെക്രട്ടറി വിശ്വജിത് കുമാർ, അപരാജിത രാജ എന്നിവരും പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തിയാണ് പട്ടാമ്പിയിൽ നിന്നും കനയ്യകുമാർ മടങ്ങിയത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പട്ടാമ്പിയിൽ നിന്നും AK ലതീഷ്.